ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു ചെമ്മീൻ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഞാൻ 2 കപ്പ് ഗീ റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അത് മാറ്റി വെക്കുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഒരു 4 പച്ചമുളകും അതുപോലെ ഒരു 10 വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒക്കെ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ചെമ്മീനാണ്. ഇത് ഏകദേശം ഒരു 400 ഗ്രാമിനടുത്ത് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പകുതി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. നോർമൽ ഫ്രൈ ആയിട്ടാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിൽ കുറച്ച് കുരുമുളകും പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് വേണമെങ്കിൽ റൈസിൽ തന്നെ ഇടാം. പിന്നെ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊരിച്ച് എടുക്കണമെന്നില്ല, പിന്നെ പൊരിച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പകുതി എടുത്ത് പൊരിച്ചൊന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ റൈസ് ആക്കുന്ന ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് 3 ഉള്ളി നേർങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഉള്ളി ഒന്ന് വഴഞ്ഞ് വരട്ടെ. ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഒരു വലിയ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ വളരെ നേരിയ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറിനും കൂടിയുള്ള ഉപ്പ് ചേർക്കണം. നമ്മളിതിൻ്റെ ഒക്കെ തന്നെയാണ് ചോറും കൂടി ആക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പുറത്ത് ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ മൂടിയൊക്കെ തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് അടച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ഇതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഒക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആ ഒരു മസാലയുടെ പച്ചമണക്കം വന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തിട്ട് ആ മസാലയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എല്ലാം ഒന്ന് നിരത്തി കൊടുത്തിട്ട് നമുക്ക് ആ ചെമ്മീനൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ചെമ്മീനായിട്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ട് കിട്ടീന്. ഇനി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ടാണ് 3 കപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അതിൽ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഈ ടൈമിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളം ഒഴിക്കുന്ന ടൈം തന്നെ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചത്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ പൊരിച്ച് വെച്ച ആ ഒരു നെയ്യിൽ നിന്ന് കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ഫ്രൈ ചെയ്ത ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊട്ടും നിർബന്ധമില്ല. ഞാൻ പിന്നെ വെറുതെ ഒന്ന് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് ഇവിടെ നന്നായിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ അത്ര പണിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.